എന്താ സുമേഷേ? സാർ എനിക്ക് എൻ്റെ BP ഒന്ന് ചെക്ക് നോക്കാലോ. ചായ കപ്പയിലും കുടിച്ചായിരുന്നു ഇപ്പൊ? സാർ ജസ്റ്റ് 10 മിനിറ്റ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ BP മെഷർ ചെയ്യുന്നതിന് മുമ്പ്. എപ്പോഴും നമുക്ക് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യിക്കണം. എവിടെ ചെല്ലുകയാണെങ്കിലും ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് 5 മിനിറ്റ് റിലാക്സ് ചെയ്യണം. അരമണിക്കൂർ മുമ്പ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ചായ കാപ്പി കുടിക്കാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഉള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പ് നമുക്ക് എക്സസൈസുകളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വലിയ കോണിപ്പടികൾ കയറാൻ പാടില്ല. 15-20 പടി കൊള്ളുന്നെങ്കിൽ സ്റ്റെപ്സ് അത് കയറാൻ പാടില്ല. പിന്നെ ചിലരിപ്പോ 2 സ്റ്റെപ്പ് കയറിയിട്ട് BP കൂടി തുടങ്ങും. അതിപ്പോ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ വലിയ കോണിപ്പടികൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ എപ്പോഴും നമുക്ക് ബ്ലാഡർ, അതായത് നമുക്കൊരു യൂറിൻ പോകാൻ ഇങ്ങനെ നമ്മളൊരു നിൽക്കുന്ന സമയത്ത് പോയിട്ട് BP നോക്കിയാൽ BP കൂടുതൽ കാണിക്കുക. അപ്പൊ യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വേണം വന്നിട്ട് BP നോക്കാനായിട്ട്. പിന്നെ BP നോക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ബാക്ക് എപ്പോഴും സപ്പോർട്ടഡ് ആയിരിക്കണം. ബാക്ക് സപ്പോർട്ടഡ് ആയിട്ടിരിക്കണം. അതെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകളുണ്ടല്ലോ, കാല് ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കാൻ പാടില്ല. കാലെപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ കൈവണ്ണ അനുസരിച്ചിട്ട് നമുക്കൊരു സാധാരണ ഒരു ആവറേജ് ഉള്ളൊരു വ്യക്തിക്ക്, ബിൽഡ് ഉള്ള വ്യക്തിക്ക് നമുക്ക് ഉള്ള കഫാണിത്. പിന്നെ ചിലപ്പോൾ നമുക്കിപ്പോ അറിയാം ഒബീസിറ്റി അമിതവണ്ണം കൂടുതലായതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഈ ഒബീസ് കഫ്, വലിയ ടൈപ്പിലുള്ള കഫ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള BP ഫോൾസ് ആയിട്ട് കൂടുതൽ കാണിക്കും. അതേപോലെ നമുക്ക് കൈവണ്ണ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ മസിൽ മാസ് കുറഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടൈപ്പ് കഫ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ പക്ഷെ നമുക്ക് പിന്നെ ചിലർ ഈ പറഞ്ഞ വീട്ടിൽ മെഷർ ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും വീട്ടിലുണ്ട് BP മെഷർ ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ നോക്കുന്ന മെഷീൻ എപ്പോഴും നോക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് അല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് വേരിയേഷൻ കൂടുതൽ വരാം. അത് എയർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു 3 പ്രാവശ്യമെങ്കിലും മെഷർ ചെയ്യണം. എന്നിട്ട് അതിന്റെ ആവറേജ് എടുത്താലേ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എത്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. BP മെഷീൻ അപ്പോൾ നമ്മൾ ഹാർട്ടിന്റെ അതേ ലെവലിൽ വേണം വെച്ചിരിക്കണം. ആ ഹാർട്ടിന്റെ ലെവൽ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ BPയിൽ വേരിയേഷൻസ് വരാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് BPക്ക് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പല ജനങ്ങളും പറഞ്ഞ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളും ഇനി BP മെഷർ ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം, അല്ലെ? അപ്പൊ മറക്കണ്ട, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.